ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. കടുക്ക നിറച്ചത് അഥവാ കല്ലുമ്മക്കായ നിറച്ചത്. കോഴിക്കോട് ബീച്ചിലെ ചില്ലുകൂട്ടില് ഈ ഒരു ഐറ്റം കണ്ട ചുറ്റുള്ള ഒരു കടികളും ഞാൻ കാണാറില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഹൈജീനിക് ഇഷ്യൂസ് പറഞ്ഞ് ഇത് വാങ്ങിത്തരാറുമില്ല. കഴിക്കാൻ പൂതി വെച്ചാല് ഏതൊരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുമല്ലേ. സംഭവത്തിൽ ഇത് കഴിക്കാൻ വളരെ സിമ്പിളാണ്, പക്ഷെ പ്രിപ്പറേഷൻ അതൊരു ടാസ്ക് തന്നെയാണ്. ആദ്യം തന്നെ കടുക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കടുക്കന്റെ ഷെല്ല് ഓപ്പൺ ചെയ്താൽ ഇതിൽ ഇതുപോലത്തെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഈ നൂല് പോലത്തെ സാധനം ഒഴിവാക്കാതെ കഴിച്ചാൽ വയറുവേദന ഉണ്ടാവും എന്നൊക്കെയാണ് പറയാറ്. ഇനിയിപ്പോൾ വരുമോ ഇല്ലയെന്ന് അറിയില്ല, കൺഫ്യൂഷൻ വേണ്ട, നമുക്കത് ഒഴിവാക്കാം. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കഴുകി ഇതുപോലെ കമഴ്ത്തി വെള്ളം പോകാൻ വേണ്ടി വെക്കാം. കടുക്ക നിറയ്ക്കാനുള്ള മിക്സിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയ ജീരകം, ചെറിയുള്ളി, വലിയ ജീരകം, കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി സോക്ക് ചെയ്ത് വെച്ച് പച്ചരി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ മിക്സും അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് മാവ് വേണ്ടത്. ഇതുപോലെ ആവുന്നത് വരെ ആവശ്യത്തിന് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കടുക്കയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഷെല്ലോടെ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഷെല്ലൊന്ന് ഇതുപോലെ അടർത്തി മാറ്റിയിട്ടും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് വെള്ളവും ചേർത്തൊരു മസാല മിക്സ് പ്രിപ്പയർ ചെയ്യാം. ഇനി ഓയിൽ നല്ലപോലെ ചൂടായാൽ കടുക്ക നിറച്ചത് ഈ ഡിപ്പിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.